ഫൈനൽ ഡെസ്റ്റിനേഷൻ എന്ന സിനിമയുടെ കഥ ഒരു യഥാർത്ഥ സംഭവത്തിൽ നിന്ന് ഇൻസ്പയർ ആയതാണെന്ന് നിങ്ങൾക്കറിയാമോ? എങ്കിലാണ് അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട്. ഈ കഥ ജെഫ്രി റെഡിക് എന്ന തിരക്കഥാകൃത്തിന് ഒരു യാത്രാനുഭവത്തിൽ നിന്നാണ് ലഭിച്ചത്. അദ്ദേഹം ന്യൂയോർക്കിൽ നിന്ന് കെൻറ്റക്കിയിലേക്ക് വിമാനത്തിൽ യാത്ര ചെയ്യുകയായിരുന്നു. ആ സമയത്ത് അദ്ദേഹം ഒരു ന്യൂസ് ആർട്ടിക്കിൾ വായിക്കുകയുണ്ടായി. ആ ന്യൂസ് ആർട്ടിക്കിളിൽ പറഞ്ഞിരുന്നത് ഒരു സ്ത്രീ വെക്കേഷൻ ആയതുകൊണ്ട് നാട്ടിലേക്ക് ഒരു ഫ്ലൈറ്റ് ബുക്ക് ചെയ്ത് യാത്ര ചെയ്യാൻ പോവുകയായിരുന്നു. എന്നാൽ തലേ ദിവസം ആ ഒരു സ്ത്രീയുടെ അമ്മ ഒരു ദുസ്വപ്നം കാണുന്നു. ആ ഫ്ലൈറ്റിൽ നിന്ന് യാത്ര ചെയ്തെന്ന് പറയുകയും ചെയ്യുന്നു. പലവട്ടം ഈ അമ്മ ഇവരോട് ഈ കാര്യം പറഞ്ഞിട്ടും പക്ഷേ പുള്ളിക്കാരി വകവെക്കുന്നുണ്ടാവുന്നില്ല. പക്ഷേ അമ്മ ഇങ്ങനെ തുടർച്ചയായി പറഞ്ഞതിനെ തുടർന്ന് പുള്ളിക്കാരി ആ ഒരു യാത്ര തന്നെ ഉപേക്ഷിക്കുകയാണ് ചെയ്തത്. അടുത്ത ദിവസം എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ ആ വിമാനം ഒരു വലിയ അപകടത്തിൽപ്പെടുകയും ആ വിമാനത്തിലെ യാത്രക്കാർ മുഴുവൻ മരിക്കുകയും ചെയ്യുന്നു. ഈ സ്ത്രീ ആ വിമാനത്തിൽ അന്ന് യാത്ര ചെയ്യാതിരുന്നുകൊണ്ട് മാത്രം രക്ഷപ്പെടുന്നു. റിയലായിട്ട് നടന്ന ഈ ഒരു സംഭവത്തിൽ നിന്നാണ് ഫൈനൽ ഡെസ്റ്റിനേഷൻ്റെ കഥയുണ്ടാകുന്നത്. ആദ്യം അതൊരു ചെറിയ വെബ് സീരീസ് ആക്കാനാണ് ശ്രമിച്ചിരുന്നെങ്കിലും പിന്നീട് അതൊരു സിനിമയായിട്ട് മാറി, പിന്നീട് അതൊരു ഫ്രാഞ്ചൈസി ആയിട്ട് മാറി. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? നിങ്ങളുടെ ഇങ്ങനത്തെ എന്തെങ്കിലും തോന്നലുകൾ പിന്നീട് സത്യമായിട്ടുണ്ടോ? നിങ്ങളുടെ ഒപ്പീനിയൻ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.